church became very powerful. അപ്പോൾ എല്ലാ സ്ഥാനമാനങ്ങളും ഇൻ്റഗ്രേറ്റഡ്. അപ്പോൾ യുവർ എമിനൻസ്, യുവർ എക്സലൻസി, യുവർ ബിയാറ്റിറ്റ്യൂഡ്, പിന്നെ സുപ്പീരിയർ ജനറൽ, അത് മിലിറ്ററി റാങ്കുകളാണ്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആരോ ചോദിച്ചു, സി വി ആർ ടോക്കിംഗ് അബൌട്ട് പേഴ്സൺ ഹു ഈസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ എ വെരി പുവർ സെറ്റപ്പ്, കാർപ്പൻറ്റേഴ്സ്. അപ്പോൾ എന്താ ചെയ്യുക, നമുക്കിങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അത് ചിലർക്കൊക്കെ മനസ്സാക്ഷി ഉണ്ടാക്കി. അപ്പോൾ അവർ ചിന്തിച്ച് എന്താ ചെയ്യാം, ഈ കിട്ടിയത് വിട്ടുകളയാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ പിന്നെ കർത്താവിനെ ഒന്ന് ഉയർത്തിയാൽ മതിയാണ്. അങ്ങനെയാണ് ക്രൈസ്റ്റ് ദ കിങ് രാജാതി രാജനാക്കി വെച്ച് പീസ് തുടങ്ങി. അപ്പോൾ ജനങ്ങളുടെ അടുത്ത് ഹീസ് ദ കിങ് ഓഫ് കിങ്സ്, വി ആർ ഓൺലി പ്രിൻസ് ആൻഡ് അങ്ങനെയുള്ളൊരു ഇതാണ്. അങ്ങനെ ഒരു ഹിസ്റ്ററിയാണ് അതിലുള്ളത്. അല്ലെങ്കിൽ they can never be Christ the King. He rejected to be that. അന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തെ രാജാക്കം ആക്കാൻ വേണ്ടി ശ്രമിച്ചില്ലായിരുന്നു. പക്ഷെ അവരെഴുതി വെച്ച് യൂതന്മാരുടെ രാജാവായ നസ്രായൻ ഈശോ, അത് പിലാത്തോസ് എഴുതില്ല, അത് കളിയാക്കിയതാണ്. ഇവന്മാരെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. when we look at him, yes, he is the King of Kings. അതൊരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം കൂടി ആക്കി വരികയും ഇതൊക്കെ വീണെടുത്ത് കിടന്ന് കുസ്തി എടുക്കുക എന്ന് പറയുന്ന പോലെയാണ് ഇതൊക്കെ. But whatever way Christ is exalted, that is great for us. They call him കർത്താവ്, ദൈവം, രാജാതി രാജൻ. ഈ കിങ് ഓഫ് കിങ് ഹിസ്റ്റോളജി റോമൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്.